ഹായ് സ്റ്റുഡൻസ്. അപ്പോൾ കീമിൻ്റെ ഇൻഡെക്സ് സ്കോർ കാൽക്കുലേഷൻ അതുപോലെ റാങ്ക് പ്രഡിക്ഷൻ ഇതൊക്കെ ഞാൻ മുൻപ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ഓൾമോസ്റ്റ് നമ്മുടെ നാറ്റയുടെ എല്ലാ എക്സാംസും കഴിഞ്ഞിട്ടുള്ളതുകൊണ്ട് ഞാനത് ഒന്നും കൂടി ചെയ്യുകയാണ്. അതിനോടൊപ്പം തന്നെ വൺ ഓഫ് ദ ഹയസ്റ്റ് നാറ്റ സ്കോർ എത്രയാണ് വന്നതെന്നുള്ളത് എനിക്ക് എൻ്റെ അണ്ടറിൽ ഉള്ള കുട്ടികളിലുള്ള ഹയസ്റ്റ് സ്കോർ അല്ലെങ്കിൽ എൻ്റെ മെൻറ്റർഷിപ്പിൽ പഠിച്ചിട്ടുള്ള കുട്ടികളിലെ ഹയസ്റ്റ് സ്കോർ അത് ഞാൻ ഇപ്പോൾ റിവീൽ ചെയ്യാനും കൂടി ആയിട്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഇൻഡെക്സ് സ്കോർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്നുമില്ല, നാറ്റ സ്കോർ +2% ഇൻറ്റു 2 ചെയ്തിട്ടുള്ള ആ ഒരു സ്കോറാണ് നമ്മൾ ഇൻഡെക്സ് സ്കോർ എന്ന രീതിയിൽ കൺസിഡർ ചെയ്യുന്നത്. അതുകൂടാതെ എനിക്ക് പറയാനുള്ള 1-2 കാര്യങ്ങൾ, സ്റ്റേറ്റ് സ്റ്റുഡൻസ് ആണെങ്കിൽ +1 +2ൻ്റെ കമ്പൈൻഡ് ആയിട്ടുള്ള മാർക്ക് ഷീറ്റാണ് അപ്ലോഡ് ചെയ്യുന്നത്. അപ്പോൾ +1 +2 കമ്പൈൻഡ് ആയിട്ടുള്ള മാർക്കായിരിക്കും കൺസിഡർ ചെയ്യുക. CBSE ICSE കുട്ടികളെ സംബന്ധിച്ചിട്ട് +2ൻ്റെ മാർക്ക് ഷീറ്റാണ് കൺസിഡർ ചെയ്യുക. കീമിൽ നോർമലൈസേഷൻ ഉണ്ടായിരുന്നു, പക്ഷേ നാറ്റയ്ക്ക് അല്ലെങ്കിൽ കീം BRക്കിന് നോർമലൈസേഷൻ കഴിഞ്ഞ കൊല്ലം ഉണ്ടായിരുന്നില്ല. അപ്പോൾ കഴിഞ്ഞ ഒരു വർഷത്തെ ഒരു എക്സാമ്പിളാണ്, നമ്മുടെ സ്റ്റുഡൻറ്റ് തന്നെയാണ്. അപ്പോൾ 12th ബോർഡ് എക്സാമിന് 99.66 ആയിരുന്നു, നാറ്റ സ്കോർ 151 ആയിരുന്നു. അപ്പോൾ ഇൻഡെക്സ് സ്കോർ വന്നത് 350.3 ആണ്. ആർക്കിടെക്ചറിൽ റാങ്ക് വന്നത് 4th ആണ്, മരിയ എന്ന് പറഞ്ഞ നമ്മുടെ ഈ ഒരു കുട്ടിക്ക്. അപ്പോൾ ഇക്കൊല്ലത്തെ ഒരു ഹയസ്റ്റ് സ്കോർ എന്ന് പറയുമ്പോൾ ഈ ഒരു ഇൻഡെക്സ് സ്കോറായിട്ട് കമ്പയറബിൾ ആവാൻ സാധ്യത കുറവാണ് എന്ന് ഞാൻ ഓൾറെഡി പറഞ്ഞിരുന്നു. അപ്പോൾ ഞാൻ അതിലേക്കാണ് വരുന്നത്. അപ്പോൾ നമ്മുടെ ഇത്തവണ ഞാൻ അറിഞ്ഞതിൽ വെച്ചിട്ട് ഏറ്റവും ഹയസ്റ്റ് ആയിട്ട് വന്നിട്ടുള്ള ഇൻഡെക്സ് സ്കോർ റിവീൽ ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ നമ്മുടെ ഞാനായിട്ട് കഴിഞ്ഞൊരു വർഷത്തോളമായിട്ട് കോണ്ടാക്റ്റിലുള്ളൊരു കുട്ടിയാണ്. എൻ്റെ മെൻറ്റർഷിപ്പ് ആ കുട്ടിക്ക്, ഞാൻ പറയുന്ന പല കാര്യങ്ങളും ആ കുട്ടിക്ക് പഠിപ്പിന് ഹെൽപ്ഫുള്ളായിട്ടുള്ളൊരു കുട്ടിയാണ്. അതുപോലെ തന്നെ എൻ്റെ ഒരു മെൻറ്റർഷിപ്പിൽ കോളേജ് സെലക്ഷൻ അടക്കമുള്ള എല്ലാ കാര്യങ്ങളും റിപ്പീറ്റ് ചെയ്യാനുള്ള തീരുമാനം അതിലൊക്കെ എനിക്ക് നേരിട്ടിട്ട് സപ്പോർട്ട് ചെയ്യാൻ പറ്റിയൊരു കുട്ടിയാണ് സഫ ഫർവിൻ. ആളുടെ ഇൻഡെക്സ് സ്കോർ എന്ന് പറയുന്നത് 366.32 ആണ്. അപ്പോൾ കഴിഞ്ഞ തവണത്തായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഒരു വലിയൊരു സ്കോർ വേരിയേഷനാണ് വരുന്നത്. അപ്പോൾ ഫസ്റ്റ് റാങ്ക് ആവാൻ സാധ്യതയുള്ളൊരു കുട്ടിയാണ് സഫ ഫർവിൻ എനിക്ക് തോന്നുന്നു. അപ്പോൾ ആ കുട്ടിയുടെ സ്കോർ ആണ് ഞാനിപ്പോൾ ഈ കാണിച്ചത്. ഇനിയിപ്പോൾ നമ്മൾ, പുള്ളിയുടെ വീട് കോഴിക്കോടാണ്. അപ്പോൾ ആൾക്ക് +2% 99.16 ഉണ്ടായിരുന്നു, നാറ്റ സ്കോർ 168 ആയിരുന്നു. അപ്പോൾ ഗവൺമെൻറ് കോളേജിൽ പഠിക്കണം എന്നുള്ളതായിരുന്നു ആ കുട്ടിക്ക് വളരെ നല്ല ആഗ്രഹം ഉണ്ടായിരുന്നു കഴിഞ്ഞ കൊല്ലം മുതൽ തന്നെ. അപ്പോൾ ആ കുട്ടിക്ക് BRക്കിൻ്റെ പറ്റിയ കാര്യങ്ങളൊക്കെ നമുക്ക് പറഞ്ഞു കൊടുത്ത് ഈ ഒരു ഫീൽഡിലേക്ക് എത്തിക്കാൻ പറ്റിയതിൽ വളരെ സന്തോഷമുണ്ട്. ഹാപ്പി ടു അനൗൺസ് ഹെയർ റിസൾട്ട്. ഇനി ഞാൻ പ്രതീക്ഷിക്കുന്നത് 1 മുതൽ 5 റാങ്ക് വരെയുള്ളവർക്ക് 360 എബോവ് ആയിരിക്കണം ഇൻഡെക്സ് സ്കോർ. 355 എബോവ് ഇൻഡെക്സ് സ്കോർ വരുമ്പോൾ 25 റാങ്ക് വരാൻ സാധ്യതയുണ്ട്. 350 എബോവ് ആണ് ഇൻഡെക്സ് സ്കോർ എങ്കിൽ ഒരു ബിലോ 50 റാങ്ക് വരാനാണ് സാധ്യത. 340 എബോവ് വരുമ്പോൾ ബിലോ 100 റാങ്ക് വരാനാണ് സാധ്യത. 330 ആകുമ്പോൾ ബിലോ 200, 310 ആകുമ്പോൾ ബിലോ 500. ഓക്കെ. Are you aspiring to become an architect? Look no further than Ignite NATA Coaching. Ignite is one of the first ISO certified institute which led by IIT alumni Abhilar sir, who has helped numerous students to achieve their dream seats in top colleges. With a high success ratio and only 25 students per batch, you will receive a personalized attention and guidance to excel in NATA exams. Weekly monitoring and individual mentorship will help you to improve your result. Whether you are a repeater or you are looking for a Sunday batch, Ignite has got you covered. Then why wait? Contact Ignite Thrissur today for admissions and ignite your path to success in BR. Ignite NATA Coaching. Fuel your